അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് സർക്കാർ പുറത്തിറക്കിയിട്ടില്ല 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് SSLC എക്സാമിന് മുന്നോടിയായിട്ട്. അതിലെ സെറ്റാണ്. സെറ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ പാർട്ട് 1 വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ചെയ്ത ഉത്തരങ്ങൾ ശരിയാണോ എന്നറിയാൻ വേണ്ടി ഈ വീഡിയോ കണ്ട് അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അല്ലാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും വീഡിയോ കണ്ട് ചോദ്യോത്തരങ്ങൾ പഠിക്കുക. കാരണം ഈ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലിൽ തന്നെ ആയിരിക്കണം നമ്മുടെ എക്സാമിലെ ക്വസ്റ്റ്യൻസും വരിക. അങ്ങനെ വരാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്താ? വിച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ഈസ് എ ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ് 2, 5, 8? എന്താണ്? 2, 5, 8 എക്സെട്ര തുടങ്ങിയ സമാന്തര ശ്രേണിയിലെ പദമായി വരുന്നത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. 22, 32, 42, 52. ഇതിലേതാണ് ഇതിലൊരു ടേം ആയി വരിക? ഇതിങ്ങനെ എഴുതി പോയാൽ ഇതിൽ പെടുവോ? 22 ഇതിൽ പെടുവോ? അതോ 32 ആണോ പെടുക? അതോ 42 ആണോ 52 ആണോ എന്നാണ് ചോദ്യം. ഈസി ആയിട്ട് ഇതെങ്ങനെ ചെയ്യാന്ന് ഞാൻ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ റിവിഷൻ ക്ലാസ്സുകൾ കണ്ടിട്ട് വൃത്തിയായിട്ട് അറിയാം. നമ്മുടെ ചാപ്റ്റർ വൈസ് റിവിഷനിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഇതിന്റെ സ്റ്റെപ്പായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഡി അഥവാ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എത്ര? ഇവിടുത്തെ പൊതുവ്യത്യാസം 3 അല്ലേ? രണ്ടിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് 3 ആണല്ലോ. അത് ക്ലിയർ ആണല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കല് S2 മൈനസ് ഡി ചെയ്യാനാണ്. എന്താണ്? X2 മൈനസ് ഡി. X2 എന്താ? X2 സെക്കൻഡ് ടേം, രണ്ടാം പദം ഹരിക്കണം ഡി, പൊതുവ്യത്യാസം. അപ്പൊ ഇവിടുത്തെ രണ്ടാം പദം ഏതാ? ഈ തന്നതിൽ സെക്കൻഡ് പറഞ്ഞ 5 അല്ലേ? 5 ഹരിക്കണം 3. 5 ഒരു വട്ടമാണ് 3, ഹരിച്ചാൽ ശിഷ്ടം അഥവാ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, റിമൈൻഡർ വേണം, അല്ലാതെ നമ്മൾ 0 ഇട്ട് പോയിന്റ് ഇട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഇതിലെ ഇതേ ശിഷ്ടം വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. ഏതില്? ഈ 4 ഓപ്ഷൻസില് ഇവിടെ 2 അല്ലേ ശിഷ്ടം അഥവാ റിമൈൻഡർ വന്നേ? അപ്പൊ ഈ 4 ഓപ്ഷൻസിലെ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഹരിച്ചു നോക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് 22/3 ചെയ്ത് നോക്കുക. അത് 7 വട്ടം 21 ആണ്. ശിഷ്ടം എത്രയാണ്? 1 ആണ്. അപ്പൊ ഇത് 2 മാച്ച് ആവുന്നുണ്ടോ? ഇല്ല. ഇവിടുത്തെ റിമൈൻഡർ 1ഉം അവിടുത്തെ 2ഉം ആണ്. അടുത്ത ഓപ്ഷൻ 32 ആണ്. 32/3 ചെയ്താൽ 10 വട്ടാണ് 30. ശിഷ്ടം 2 ആണ്. ഇവിടെ രണ്ടോടത്തും കണ്ടോ? റിമൈൻഡർ എന്തായി? സെയിം ആയി. റിമൈൻഡർ രണ്ടോടത്തും സെയിം ആയി അല്ലെ? ഇവിടെ 2 കിട്ടിയാൽ ഇവിടെയും 2 കിട്ടണം. ഇവിടെ 3 കിട്ടിയാൽ ഇവിടെയും 3 കിട്ടണം. ഇവിടെ 4 കിട്ടിയാൽ ഇവിടെ 4 കിട്ടണം. അങ്ങനെ കൃത്യമായ റിമൈൻഡർ ഒരുമിച്ച് വരുന്നത് ഏതിനാണോ അതായിരിക്കും ടേം. ഇവിടത്തെ ആൻസർ എന്താണ് അപ്പോ? 32. കാരണം ഈ സീരീസിലെ ഇതിലെ ഒരു ടേം എടുത്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ, ഹരിച്ചപ്പോൾ കിട്ടിയ റിമൈൻഡർ 2 ആണ്. ആ ശിഷ്ടം തന്നെ ഇവിടെയും കിട്ടി. അങ്ങനെ ശിഷ്ടം ഒരുപോലെ വന്നപ്പോൾ നമ്മൾ പറയുന്നു 32 ആണ് ടേം. ഓക്കെ, അടുത്ത ചോദ്യം. ദ സ്കോർ ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാം ആർ ഗിവൺ ബിലോ. എന്താണ്? ഒരു പരീക്ഷയിൽ 8 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് അടി കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീഡിയൻ സ്കോർ? അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുള്ളതുകൊണ്ട് ഞാൻ സ്കോർ എഴുതുന്നില്ല. പക്ഷെ എങ്ങനെയാണ് മീഡിയൻ കാണുക? മധ്യമം എങ്ങനെ കാണുക? മധ്യമം കണ്ടുപിടിക്കാനാട്ടോ ചോദ്യം. ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെ മധ്യമം കാണുക? മധ്യമം കാണുക പറഞ്ഞാൽ ബേസിക് ആയിട്ട് ചെറുതെന്ന് വലുതിക്കോ വലുതെന്ന് ചെറുതിക്കോ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. ഞാൻ അത് മാത്രമേ എഴുതുന്നുള്ളൂ. ഇവിടെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറുതായതാ 28. 28 കഴിഞ്ഞാൽ പിന്നെ ഏതാ? 30. 30 കഴിഞ്ഞാൽ പിന്നെ 33, പിന്നെ 36, പിന്നീടോ അതിന് ശേഷം 40, 41, 44, 2 വട്ടം 44. ഇങ്ങനെയാണല്ലോ. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. കറക്റ്റാണല്ലോ. എന്നിട്ടോ ചെറുതെന്ന് വലുതിക്ക് എഴുതി. ചെറുതെന്ന് വലുതിക്ക് എഴുതി നടുക്കുള്ളതാണ് മധ്യമം, മീഡിയൻ, സെന്ററിലുള്ളത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ നടുക്ക് 2 ആളുണ്ട് അല്ലെ? ഇതിനെ 2നെയും നടുക്കാക്കി എടുക്കണം അല്ലേ? അപ്പൊ എന്താ ചെയ്യാ? എങ്ങനെ മീഡിയൻ അഥവാ മധ്യമം കാണുക? 2 എണ്ണം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? 2 കൂടി എഴുതിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? 2 കൂടി അങ്ങോട്ട് കൂട്ടുക. ഓക്കെ, എന്നിട്ടോ 2 കൊണ്ട് ഹരിക്കുക. 2 കൂടി കൂട്ടിയ 76/2 എന്താ ആൻസർ? 38. നമുക്ക് നോക്കാം. ഓപ്ഷൻസിൽ 38 ഉണ്ടോ? ഉണ്ട്. അവസാനത്തെ ഓപ്ഷൻ 38 ആണ്. അപ്പൊ എത്രയുള്ള പരിപാടി? ഈസി ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം എന്താ? വിച്ച് ഓഫ് ദ പോയിന്റ്സ് ബിലോ ഈസ് ഓൺ ദി ലൈൻ ത്രൂ 2, 5 പാരലൽ ടു ദി എക്സ് ആക്സിസ്. എന്താ പറഞ്ഞേ? 2, 5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന വരയിലെ മറ്റൊരു പോയിന്റ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് ആ ഓപ്ഷൻസ് ഒന്നും അവിടെ എഴുതാം. 0, 5, 2, 0, 5, 0, 5, 2. അപ്പൊ എന്താ ചോദ്യം?
ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. 2, 5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതപ്പോഴും വിചാരിക്കുന്നതാണ് 2, 5 എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പോയിന്റ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്നു. ഈ പോയിന്റ് കൂടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരിക അല്ലേ? ഇതാണല്ലോ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് അല്ലേ അല്ലേ? അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കാറുണ്ട്. അത് എങ്ങനെ വേണം വരയ്ക്കാൻ? സമാന്തരമായി വരയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തരമായി വരച്ച എങ്ങനെയായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? എക്സ് ആക്സിസിന് സമാന്തരമായി പാരലൽ ആയിട്ട് വരച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടത്തെ വൈ എന്തായിരിക്കും? ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെയൊക്കെ ഓരോ പോയിന്റ് എടുത്താൽ എല്ലായിടത്തും ഇവിടെയൊക്കെ ഞാൻ ഓരോ പോയിന്റ് എടുത്താൽ എല്ലായിടത്തും വൈ എന്തായിരിക്കും? 5 തന്നെ ആയിരിക്കും. കാരണം ഈ പോയിന്റിൽ വൈ 5 ആണെങ്കിൽ ആ വരയിൽ എക്സിന് പാരലൽ ആയിട്ട് സമാന്തരമായി വരച്ചാൽ മൊത്തം 5 തന്നെ ആയിരിക്കും. അപ്പൊ എന്ത് മനസ്സിലാക്കാം? എക്സിന് പാരലൽ ആയി വരച്ചാൽ വൈ മാറില്ല, എക്സിന് സമാന്തരമായി വരച്ചാൽ വൈ മാറില്ല. അപ്പൊ വൈ എന്താവണം? 5 ആവണം. വൈ 5 ആകുന്നത് ഏതിലാ? ഇതിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ എവിടെയെങ്കിലും വൈ 5 ആവുന്നുണ്ടോ? ഇല്ല. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 2 ആണ്. അപ്പൊ എന്താ ശരി ഉത്തരം? 0, 5. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ എന്താ അടുത്ത ചോദ്യം? The surface area of a sphere is 40 square centimeters. If it is cut into 2 equal hemispheres, what would be the surface area of each in square centimeters? എന്താണ്? ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ 40 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഈ ഗോളത്തെ 2 തുല്യ ഭാഗങ്ങളാക്കിയാൽ അതിലൊരെണ്ണത്തിന്റെ അല്ലെങ്കിൽ അതിൽ ഓരോന്നിന്റെയും ഉപരിതല പരപ്പളവ് എത്രയായിരിക്കും? അല്ലെ? ഈസി ആയിട്ട് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലേ. പക്ഷെ ഇവിടെ കുറെ പേര് ഇത് തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്തായാലും തെറ്റിക്കാൻ ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ഈസി ആയിട്ട് കാര്യങ്ങൾ നോക്കാം. എന്താ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ, ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എഴുതിയപ്പോൾ തിരിഞ്ഞു പോയതാണ്. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എത്രയാണ്? 40 ആണ്. ആണല്ലോ. എങ്ങനെ ഈ ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് ആണ്? അഥവാ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ എന്താ? എങ്ങനെ നോക്കുമ്പോൾ എന്താ ഇക്വേഷൻ? ഈസിയാണ്. 4 πr സ്ക്വയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ? 4 πr സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് 40. ഓക്കെ, അങ്ങനെയാണെങ്കിൽ πr സ്ക്വയർ എന്ന് പറഞ്ഞേ എന്താ? ഇവിടെ 4 πr സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം πr സ്ക്വയർ അല്ലേ? ആ 4നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 4 ഹരിക്കണം എന്നാവും അല്ലെ? ഹരിക്കണം 4 എന്നാവും അല്ലെ? ഡിവിഷൻ ആവും. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ πr സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 40 ഡിവൈഡഡ് ബൈ 4 10 എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ സാർ ഇത് എന്തിനാ? ഇത് നമ്മളോട് ചോദിച്ചിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ ഇത് വേണം. എന്തിനാ? എന്താ നമ്മളോട് ചോദിച്ച ചോദ്യം? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഗോളത്തെ സ്ഫിയറിലെ 2 ഹെമിസ്ഫിയർ ആക്കിയാൽ, 2 അർദ്ധഗോളങ്ങളാക്കിയാൽ അതിന്റെ ഉപരിതല പരപ്പളവാണ്. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കാം TSA ഓഫ് ഹെമിസ്ഫിയർ, അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്. എന്താ അതിന്റെ ഇക്വേഷൻ? 3 πr സ്ക്വയർ ആണ് അല്ലേ? 3 അവിടെ നിൽക്കട്ടെ, 3 ഗുണിക്കാം അവിടെ കട്ടെ. πr സ്ക്വയർ എത്രയാണ്? πr സ്ക്വയർ എത്രയാണ്? 10 ആണ്. അപ്പൊ 3 ഗുണിക്കണം 10 എത്രയാണ്? 30 ആണ്. ഉത്തരം എത്രയാണ്? 30 ചതുരശ്ര സെന്റിമീറ്റർ അഥവാ 30 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഈ ചോദ്യത്തിന്റെ പ്രശ്നം എന്താ? ഗോളത്തിന്റെ 40, സ്ഫിയറിന്റെ 40 എന്ന് കണ്ടാൽ ഹെമിസ്ഫിയറിന്റെ 20 എന്ന് എഴുതി വെക്കാനുള്ള ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? അർദ്ധഗോളം എന്ന് കേൾക്കുമ്പോഴേ 20ലേക്ക് പോകും. അങ്ങനെയല്ല, അത് ശരിയാവും എപ്പോ? വോളിയം ആണ് 40 എങ്കിൽ അർദ്ധഗോളത്തിന്റെ വോളിയം 20 ആണ്. വോളിയം, വ്യാപ്തം 40 എന്ന് ഗോളത്തിന് തന്നാൽ അർദ്ധഗോളത്തിന് എന്തായിരിക്കും? 20 ആയിരിക്കും. പക്ഷെ ടോട്ടൽ സർഫസ് ഏരിയ അങ്ങനെ അല്ല. ഓക്കെ ആണല്ലോ. ഉപരിതല പരപ്പളവിൽ മാറ്റമുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വിശദമായി ചെയ്തത്. ക്ലിയർ ആണല്ലോ. എന്താ അടുത്ത ചോദ്യം? The algebraic form of an arithmetic sequence is 4n plus 1. In this sequence, how much more than the 10th term is the 15th term? എന്താ പറഞ്ഞേ? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n+1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ 10ാം പദവും 15ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പൊ ഒന്ന് ഈസി ആയിട്ട് ആലോചിച്ചേ. 10ാം പദവും 15ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? സാധാരണഗതിയിൽ ഒന്ന് ആലോചിക്കാം. 10ാം പദം എന്ന് വെച്ചാൽ x10 അല്ലെ? ഇനി 15ാം പദം എന്ന് പറഞ്ഞാൽ x15 ആണല്ലോ. ഇവര് തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? x10 നിന്ന് x15ലേക്ക് x10 കൂടെ എന്ത് കൂട്ടണം? 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം കൂട്ടണം അല്ലെ? x10 കൂടെ 5 പ്രാവശ്യം കൂട്ടിയാലല്ലേ 15 എത്തുള്ളൂ. അപ്പൊ x10 കൂടെ 5 പ്രാവശ്യം കൂട്ടിയാലാണ് x15 കിട്ടുക. ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. 10 കൂടെ 5 കൂട്ടിയാലാണ് 15 കിട്ടുക. ഇവിടെ 5 അല്ല, 5d ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ചേ, ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? നോക്കിയാൽ മതി. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
5D ആണ് അല്ലെ. ഇതിൽ നിന്ന് ഇതിലേക്ക് എത്തിക്കാനുള്ള ദൂരം എത്രയാണ്? 5D ആണ്. അതെത്ര? 5D എത്ര എന്നാണ് ചോദ്യം കൃത്യമായല്ലോ. ഇതിൽ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട്? അപ്പൊ 5D എന്നാൽ നമുക്ക് ഉത്തരം, നമുക്കൊരു നമ്പർ വേണം. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് അതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ പ്രശ്നം തീർന്നു. ക്ലിയർ ആണല്ലോ. ഇനി എന്താ പൊതു വ്യത്യാസം? നമുക്ക് തന്നിട്ടുണ്ട് ആൾജിബ്രിക് ഫോം 4n+1 ആണ്. 4n+1 ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പപ്പണി പറഞ്ഞുതരാം. ഈ തന്നത് xn ആണ്, ബീജഗണിത രൂപമാണ്. ബീജഗണിത രൂപം തന്നാൽ എന്നിന്റെ ഒപ്പമുള്ള നമ്പർ എത്രയാണോ അതായിരിക്കും പൊതുവ്യത്യാസം. ഓക്കെ, എന്നിന്റെ ഒപ്പമുള്ള നമ്പർ ആയിരിക്കും കോമൺ ഡിഫറൻസ്. അപ്പൊ ഇവിടുത്തെ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അവിടെ നിൽക്കട്ടെ. ഡി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 4 ആണ്. 4 × 5 20. ക്ലിയർ ആണോ? ഈസി അല്ലേ? അടുത്തേക്ക് പോയാലോ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ x coordinates of the points where the graph of the polynomial p of x is equal to x² minus rx plus 8 cuts the x axis? എന്താ പറഞ്ഞേ? നല്ലൊരു എവിടെയോ കണ്ട ചോദ്യം ഇവിടെ കൊടുത്തിട്ട് നന്നായി. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഒരു പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു ബഹുപദം തന്നിട്ടുണ്ട്. x² plus rx minus 8 അല്ലെ? അല്ല, തിരിച്ച് x² minus rx plus 8. ഈ ബഹുപദം എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കൾ ഏതൊക്കെ? നല്ല ചോദ്യം അല്ലെ? ഇതൊക്കെ എവിടെ തരണം? ശരിക്കും 3 മാർക്കിനെങ്കിലും തരേണ്ട ചോദ്യമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിവൃത്തിയില്ല, ചെയ്തു നോക്കന്നെ അല്ലെ. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2, 4 എന്നുള്ളതാണ് എ ഓപ്ഷൻ, 4, 6 എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ, -2, 8 എന്നുള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ എന്താ ചോദ്യം വ്യക്തമായല്ലോ? ഡൗട്ട് ഇല്ലല്ലോ. എന്താണ് ഈ ബഹുപദം പോളിനോമിയൽ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന പോയിന്റില് ഏതൊക്കെയാണ്? ഈ ബഹുപദം ഇപ്പോ ഈ പോളിനോമിയൽ ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇത് എക്സ് അക്ഷത്തെ 2 വട്ടം കട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ അല്ലെ. 2 വട്ടം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ടാവും. എക്സിന് അവിടെ ഇവിടെ ഓരോ സൂചക സംഖ്യകൾ ഉണ്ടായിരിക്കും. അതേതാ? ഈ പറഞ്ഞതിൽ ഏതാണത്? ആ പെയർ അല്ലെ. ഇവിടെ 2ഉം ഇവിടെ 4ഉം ആണോ? ഇവിടെ -2ഉം ഇവിടെ 8ഉം ആണോ? ഏതാണ്? ഇതാണ് ചോദ്യം. നമുക്ക് നോക്കിയാലോ എങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ എന്താ നല്ലത്? നമ്മൾ ഇതിലെ മറ്റൊരു രീതി ചെയ്യാം. a+b, a × b. ഓർമ്മ ഉണ്ടോ? നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്താ? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്യാം അല്ലെ, മാറ്റണം. അത് നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? റിവിഷൻ ക്ലാസ്സിൽ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? 2ാം കൃതി ബഹുപദത്തെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണ് a+b, a × b. എന്താ a+b? a യും b എന്താ? ഏതോ 2 നമ്പർ, നമുക്കറിയില്ല. പക്ഷെ എയും ബിയും കൂടി കൂട്ടിയാൽ അഥവാ a+b എന്ന് പറഞ്ഞാൽ -6 ആണ്. കാരണം എന്താ? എക്സിന്റെ ഒപ്പമുള്ള നമ്പർ -6 ആണ്. അതാണ് ഇവിടെ വരിക. ഇനിയോ a × b എന്ന് പറഞ്ഞാൽ 8 ആണ്. കാരണം എന്താ? ഇവിടെ കണ്ടോ, എക്സും വൈയും സെറ്റും ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ശല്യം ഒന്നും ഇല്ലാത്തത് ആർക്കാണ്? 8നാണ്. അപ്പൊ അതായിരിക്കും a × b അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ? 2 നമ്പർ കൂട്ടിയാൽ -6 കിട്ടണം. 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടണം. കൂട്ടിയാൽ -6, മൾട്ടിപ്ലൈ ചെയ്താൽ 8. ആ ഓപ്ഷൻസ് കൂടി ഒന്ന് വെച്ച് നോക്കിക്കേ. ഇതിൽ ഏതായിരിക്കും ശരി? 2ഉം 4ഉം കൂട്ടിയാൽ -6 കിട്ടുമോ? കിട്ടില്ല, പോയില്ലേ. അടുത്തത് 4ഉം 6ഉം കൂട്ടിയാൽ -6 കിട്ടുമോ? കിട്ടില്ല, അപ്പൊ അതും പോയി. അടുത്തതോ -2ഉം 8ഉം കൂട്ടിയാൽ കിട്ടുമോ? ഇല്ല, -2 കൂടെ 8 കൂട്ടിയാൽ +6 ആണ്. അപ്പൊ നമ്മുടെ ശരി ഉത്തരം ഏതാ? ഒന്ന് നോക്കിക്കേ. -2 + -4, പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ മൈനസിനാണ് പ്രാധാന്യം. അപ്പൊ -2 - 4 എന്ന് പറഞ്ഞാൽ -6 ആണ്. അടുത്തത് ഇവിടെ നോക്കിക്കേ. -2 × -4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 8 കിട്ടും. കാരണം മൈനസും മൈനസും പ്ലസ് ആവും. അപ്പൊ നമ്മുടെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ്? -2 - 4. ഇതാണ് ഒരു ഈസി ടെക്നിക്ക് കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. അടുത്ത 2 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രശ്നമാണല്ലേ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താണ്? ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 2x - y. ഒരു വരയുടെ സമവാക്യം എന്ന് പറയുന്നതാണ് 2x - y = 0 എന്നാണ്. ഓക്കെ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള എന്താ പറയുക സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവനകൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കാലോ. 1, 2 ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. എന്താണ്? 1, 2
ഈ വരയിലെ ബിന്ദു പോയിന്റ് ആണ്. എന്താണ്? 1, 2 ഈ വരയിലെ ഒരു ബിന്ദുവാണ്. ഓക്കെ, അടുത്തത് 2, 1 ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. എന്താണ്? 2, 1 ഈ വരയിൽ പെടുന്നതാണ്. അപ്പോൾ 1, 2 ആണ്, 2, 1 ആണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി എന്താ മൂന്നാമത്തത്? ഇത് 1, ഇത് 2. മൂന്നാമത്തെ എന്താ? ദ പോയിന്റ് വേർ ദിസ് ലൈൻ കട്ട് ദ എക്സ് ആക്സിസ് ഈസ് 1, 0. എന്താണ് പറഞ്ഞത്? ഈ ലൈന് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 1, 0 ആണ്. നാലാമത്തത് എന്താ? നാലാമത്തേതല്ല, ദ വൈ കോർഡിനേറ്റ് ഓഫ് ഈച്ച് പോയിന്റ്സ് ഓൺ ദിസ് ലൈൻ ട്വൈസ് ദി എക്സ് കോർഡിനേറ്റ്. എന്താ പറഞ്ഞത്? ഈ ലൈനിലെ എക്സ് കോർഡിനേറ്റിന്റെ ഡബിൾ ആണ് വൈ കോർഡിനേറ്റ്. അത് നോക്കി വെക്കാം. അപ്പൊ വൈ കോർഡിനേറ്റ് ഈസ് ദ ഡബിൾ ഓഫ് എക്സ് കോർഡിനേറ്റ്. എക്സ് സൂചക സംഖ്യയുടെ ഇരട്ടിയാണ് വൈ. നോക്കി നോക്കിയാലോ. ആദ്യം തൊട്ടും തുടങ്ങി നോക്കാം. എന്താ? 1, 2 ഇതിൽ പെടുവോ? എങ്ങനെ കണ്ടുപിടിക്കുക? പെടുവല്ലേ? അതായത് ഈ ലൈനിൽ, ഈ പറഞ്ഞ ലൈനിൽ ഉള്ള ഒരു പോയിന്റ് ആണ്, ഒരു ബിന്ദുവാണ് 1, 2 എന്ന് പറഞ്ഞാൽ ആ വര ഇങ്ങനെ വരച്ചു പോയാൽ അതിൽ 1, 2 പെടണം. ഇതാണല്ലോ വിഷയം. അടുത്ത പോയിന്റും അങ്ങനെ തന്നെ 2, 1 പെടണം. പെടുന്നാണ് ഇവര് പറയുന്നത്. ശരിയാണോ തെറ്റാണോ ആര് കണ്ടുപിടിക്കണം? നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ശരിയാണോ നോക്കാം. ഈസി ആയിട്ട് എങ്ങനെ ശരിയാണോ നോക്കുക. ഇവിടെ ഈ 1 എന്ന് പറയുന്നത് എക്സും 2 എന്ന് പറയുന്നത് വൈയും അല്ലേ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ഒന്ന് കൊടുത്തു നോക്കുക. എങ്ങനെ? 2 അവിടെ വെക്കട്ടെ, എക്സിന് പകരം 1 കൊടുക്കുക. അപ്പൊ 2 × 1 മൈനസ് വൈക്ക് പകരം 2 കൊടുക്കുക. അപ്പൊ എന്താ വരിക? 2 × 1 2 മൈനസ് 2. എന്ത് ഉത്തരം കിട്ടി? 0 കിട്ടിയല്ലോ. ഓക്കെ, അവിടെ വെക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2, 1 ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. സോറി, 1, 2. 1, 2 ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. 1, 2 ഈ വരയിലെ ബിന്ദുവാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്നാൽ അടുത്തേക്ക് പോയാലോ. അടുത്തേക്ക് പോയാൽ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 2ഉം വൈയുടെ സ്ഥാനത്ത് 1ഉം കിട്ടും. അപ്പൊ 2 × എക്സിന്റെ സ്ഥാനത്ത് 2 മൈനസ് വൈയുടെ സ്ഥാനത്ത് 1. 2 × 2 4, 4 ൽ 1 പോയാൽ 3. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താ മനസ്സിലാക്കുക? 2, 1 ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. 2, 1 ഈ വരയിലെ ബിന്ദുവല്ല. അപ്പൊ എന്താ കാരണം? ആണോ അല്ലയോ എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം മനസ്സിലാക്കണം. നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞേ? 2x - y എന്ന് പറഞ്ഞാൽ 0 ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ആണല്ലോ. അപ്പൊ എക്സിനും വൈക്കും വില കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അതല്ലേ അതിന്റെ അർത്ഥം. 2xഉം 1 y-യും അല്ലെ മൈനസ് ചെയ്താൽ എന്ത് ചെയ്യണം? 0 കിട്ടണം. 0 കിട്ടിയത് അവിടെയാണ്, അതുകൊണ്ട് ഇത് പോയിന്റ് ആണ്. ഇവിടെ 0 കിട്ടിയില്ല, അപ്പൊ ഇതെന്തല്ല? പോയിന്റ് അല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈസി. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അപ്പൊ 2 നമ്മൾ ചെക്ക് ചെയ്തുള്ളൂ. 2 വെച്ചിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താ? നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസ് കൂടി തന്നിട്ടുണ്ട്. A, B, C, D അല്ലെ? 4 ഓപ്ഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞേ. ഇതാ നിങ്ങൾക്ക് ബോർഡുമ്പോ കാണാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാം. എന്തൊക്കെയാണ്? 1, 3 ശരി. 1, 3 ശരി. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, അടുത്തത് എന്താ? 1, 4 ശരി. ആയിക്കോട്ടെ. അടുത്തത് എന്താ? 2, 3 ശരി. അതായത് 2, 3 ശരിയാണെന്ന്. ലാസ്റ്റ് വൺ 2, 4 ശരി. ഇതാണ് 4 ഓപ്ഷൻസ്. ഇതിൽ A, B, C, D ഏതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ വെച്ച് നമുക്ക് കാര്യം മനസ്സിലാക്കാം. എന്താ? സിയും അല്ല ഡിയും അല്ല. അതെന്തുകൊണ്ടാ? അതെന്താ അങ്ങനെ? കാരണം 2 ശരിയല്ല. 2 ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി A അല്ലെങ്കിൽ B. ഞാൻ നോക്കിയത് അല്ലേ? A അല്ലെങ്കിൽ B നോക്കിയാൽ നമ്മുടെ പണി കഴിയും. നമുക്കൊന്ന് നോക്കിയാലോ. മൂന്നാമത്തത് എന്താ പറഞ്ഞത്? ഈ ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 1, 0 ആണ്. അതിന്റെ അർത്ഥം എന്താ? അപ്പോഴും എന്താ അർത്ഥം? ഇപ്പൊ ലൈന് ഇങ്ങനെ കടന്നു പോകുന്നു. 1, 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ എക്സ് ആയതുകൊണ്ട് ഇത് 1 ആണെങ്കിൽ ഇതാണ് 1, 0. അപ്പൊ ഈ ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് 1, 0 ആണ്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന പോയിന്റ് 1, 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ ഈ വരയിലെ ഒരു പോയിന്റ് ആണ് 1, 0 എന്നാണ്. അഥവാ ഇവിടെ എന്ത് പറഞ്ഞോ അതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ അത് ശരിയാണോ എന്ന്. അത് ശരിയാണോ എന്ന് പരിശോധിക്കുക ഈസിയാണ്. എങ്ങനെ? ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പൊ 2 ഗുണിക്കണം 1, 2 ഗുണിക്കണം എക്സിന് പകരം 2 ഗുണിക്കണം 1 മൈനസ് വൈക്ക് പകരം 0. 2 ഗുണിക്കണം 1 2 മൈനസ് 0 ചെയ്ത് ഒന്നും സംഭവിക്കില്ല. അതോട് നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞത് ശരിയാ അല്ല. ഈ പറഞ്ഞത് ശരി അല്ല. കാരണം എന്താ? 2 അല്ല നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് എന്താ കിട്ടണ്ടേ? 0. നമുക്ക് എന്താ കിട്ടണ്ടേ? 0. 0 കിട്ടിയോ? 0 കിട്ടിയില്ല. അപ്പൊ എന്തല്ല? ആ വരയിൽ ഒരു പോയിന്റ് അല്ല. അതോടുകൂടി നമുക്ക് ഏത് പറയാം? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയല്ല. ഓട്ടോമാറ്റിക് ചോയ്സ് ഏതാ നമ്മുടെ ശരി ഉത്തരം? ബി. എന്താ? 1 ശരിയാണ്, 4 ശരിയാണ്. ഇനി 4 ശരിയാണോ അല്ലേന്ന് എങ്ങനെയെങ്കിലും അറിയണമെങ്കിൽ ഈസി ആയിട്ട് പറഞ്ഞുതരാം. എന്താ? എക്സിന്റെ ഡബിൾ ആണ് വൈ.
എന്നാണ് പറഞ്ഞത് അല്ലെ. എക്സിന്റെ ഇരട്ടിയാണ് വൈ. എന്താ ഇവിടെ തന്നത് ഒന്ന് നോക്കിക്കേ. 2x മൈനസ് വൈ സമം 0 എന്നല്ലേ തന്ന് അല്ലേ. ഒന്ന് ചെയ്തേക്ക് സിമ്പിൾ ആയിട്ട് ഈ മൈനസ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായി പ്ലസ് വൈ. ഈസി ആകുമ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ, 2x അല്ലെ. 2x എന്ന് വെച്ചാൽ എക്സിന്റെ 2 മടങ്ങ് ഇരട്ടി അല്ലേ. അത് എത്രയാണ് വൈ ആണ്. അതിനല്ലേ ഇവിടെ പറഞ്ഞത് എന്താ ഡബിൾ ഓഫ് എക്സ്. എക്സിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ × 2 അല്ലെ. 2x അതാണ് വൈ ആണ്. ശരിയാണ്. ഇനിയിപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അടുത്തത് കൂടി നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യന്റെ ആ സ്റ്റേറ്റ്മെന്റ്സിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ, നമ്മളെ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററില് ലെങ്ത് ഓഫ് കോഡ് അഥവാ ഞാണിന്റെ നീളം കണ്ടുപിടിച്ചിട്ടുണ്ട് ത്രികോണമിതിയിൽ. എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോ ഈ കോണ് ഒരു 50 ഡിഗ്രിയാണ് എന്ന് വെക്കാം. ഈ സർക്കിളിന്റെ റേഡിയസ് ആരം എന്ന് പറയുന്നത് ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഞാണിന്റെ നീളം കാണാം. ഇതൊരു ത്രികോണമായിട്ട് തോന്നുന്നുണ്ടല്ലേ. ത്രികോണം ആണ് അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ വൃത്തത്തെ സംബന്ധിച്ച് ഇതൊരു ഞാൻ, ഒരു കോഡാണ്. ഇത് രണ്ടാമത്തെ കോഡാണ്. ഇതോ മൂന്നാമത്തെ ഞാനാണ് അഥവാ കോഡാണ് വൃത്തത്തെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോ ഇവിടെ 2 വിവരം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്താ, ഒരു ആംഗിളും റേഡിയസും. ഈ ആംഗിളും റേഡിയസും തന്നാൽ നമുക്ക് ഇവിടെ ഒരു കോഡ് കണ്ടുപിടിക്കാം. ഏതായിരിക്കും അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് ആംഗിൾ ആണോ, ഏത് കോണാണോ തന്നിട്ടുള്ളത് അതിനെതിരെയുള്ള വശം. ഓക്കെ, അപ്പൊ ഈ 50 ഡിഗ്രി ആംഗിൾ തന്ന സ്ഥിതിക്ക് അതിന് ഓപ്പോസിറ്റ് ഉള്ള AB കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഉപയോഗിക്കാം, ലെങ്ത് ഓഫ് കോഡ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഞാണിന്റെ നീളം. ഓക്കെ, എന്താ ഞാണിന്റെ നീളം? ഈസി, 2r sin c/2. ഇത് ഉപയോഗിച്ച് ചെയ്യാലോ. എന്താ sin c/2? sin c എന്ന് വെച്ചാൽ c എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഈ മുകളിലുള്ള ആംഗിളിനെ നമ്മൾ c/2 എന്നാണ് സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ എടുക്കല്. അപ്പൊ ആ രീതിയിൽ എടുത്തു എന്നേ ഉള്ളൂ. 2 × r എന്ന് പറഞ്ഞാൽ 3, sin c/2 എന്ന് പറഞ്ഞാൽ 50. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് AB-യുടെ ലെങ്ത് കിട്ടും. സപ്പോസ് നമുക്ക് ഈ ആംഗിൾ തന്നില്ലെങ്കിൽ ഈ സൈഡ് BC കണ്ടുപിടിക്കായിരുന്നു. B എന്ന ആംഗിൾ തന്നില്ലെങ്കിൽ AC കണ്ടുപിടിക്കായിരുന്നു. സെയിം ഇക്വേഷൻ. ക്ലിയർ? എന്താ മാറുള്ളൂ? c/2 മാറുമെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, വ്യക്തമായല്ലോ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? In a triangle with angles 50, 60, 70 degree, the ratio of sides is 50 degree, 60 degree, 70 degree. എന്താണ്? ഒരു ത്രികോണത്തിന്റെ കോണുകൾ 50, 60, 70 ആണെങ്കിൽ അതിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം sin 50, sin 60, sin 70, sin 50 sin 60 sin 70 എന്നാണ്. ആണോ? ആവാം അല്ലേ. അപ്പൊ നമ്മള് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ, നേരത്തെ പോലെയല്ല, ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ശരിയായ പ്രസ്താവന ഏതാണ്, അതുപോലെ തെറ്റായത് ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഇനി എന്താ ചെയ്യേണ്ടത്? 2 ശരിയാണോ അതോ 2 തെറ്റാണോ, 1 ശരിയാണോ 1 തെറ്റാണോ? ഓക്കെ, ആ പറഞ്ഞതിനെ പറ്റി ഒന്ന് നോക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ, ഒരു ത്രികോണത്തിന്റെ കോണുകൾ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ, സൈഡുകൾ തമ്മിലുള്ള അംശബന്ധം sin 50 ഡിഗ്രി ഈസ് ടു sin 60 ഡിഗ്രി ഈസ് ടു sin 70 ഡിഗ്രി ആണ് എന്നാണ്. ആവൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കി. ഇവിടെ 50 തന്നാൽ നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാലോ. ആ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കുക? 2r sin c/2 ഉപയോഗിച്ചിട്ട്. ഇവിടെ c/2 വേണ്ടല്ലോ, വേണ്ട. എത്രയാണ്? 50 ആണ്. അപ്പൊ sin 50 ആണല്ലോ. ഇത് വെച്ചിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു. എന്താ? 2r sin 60. അപ്പൊ ഇവിടെയോ 2r sin 70 അല്ലേ. കണ്ടുപിടിക്കാലോ, ഈസി ആണല്ലോ. എന്നിട്ട് ഇവരിത് റേഷ്യോ ആണോ? ഈ പറഞ്ഞ റേഷ്യോക്ക് ഇതാവൂ. എങ്ങനെ റേഷ്യോ ചെയ്ത? ഈസി ആയിട്ട് റേഷ്യോ ചെയ്ത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ കിട്ടിയതാണ് ഇരിക്കെ 2r sin 50, 2r sin 60, 2r sin 70 എഴുതിയല്ലോ. അംശബന്ധം റേഷ്യോ നമ്മുടെ വിഷയം. നമുക്ക് ഇതൊക്കെ കിട്ടി. എന്താ വിഷയം? ഈ പറഞ്ഞ റേഷ്യോ ആണെന്നാണ് പറഞ്ഞത്. ആണോ അല്ലേ എന്ന് നോക്കലാണ് നമ്മുടെ പണി അല്ലേ. അപ്പൊ ഞാൻ തന്നതൊക്കെ എഴുതാൻ പറഞ്ഞു, എഴുതി. ഇതിനടുക്ക് ഓരോ അംശബന്ധം ടച്ചോ. റേഷ്യോ ഈസ് ടു. അപ്പൊ 2r sin 50 ഈസ് ടു 2r sin 60 ഈസ് ടു 2r sin 70 അല്ലേ.
റേഷ്യോ ഇങ്ങനെ തന്നെയാണ് എഴുതുക. രണ്ടെണ്ണം തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് കുത്തിട്ട് ചേർത്താൽ മതി, ഈസി. മൂന്നെണ്ണമാണെങ്കിൽ മൂന്നെണ്ണം. ഓക്കെ. എന്നിട്ടോ ഇപ്പോഴും നമ്മൾ പറഞ്ഞോടത്തേക്ക് എത്തിയില്ല. ശരിയോ തെറ്റോ? ഇപ്പൊ നമുക്ക് തോന്നും തെറ്റാണ് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞത്? sin 50 sin 60 sin 70 എന്നാണ്. ഇവിടെ 50 60 70 ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു 2r കൂടി ഒപ്പുണ്ട്. അതൊരു പാരയാണ് അല്ലേ? ശരിയാണ്, അതൊരു പാരയാണ്. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സ്റ്റേറ്റ്മെന്റ് 1 അഥവാ പ്രസ്താവന 1 തെറ്റാണ് എന്ന് മനസ്സിലാക്കാം എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. കാരണം ഒരു റേഷ്യോയില് മൂന്നെണ്ണം ഉണ്ടല്ലോ ഇവിടെ. ഒരു അംശം ഉണ്ടല്ലേ അവിടെ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 3ലും ഒരുപോലെയുള്ളവ നമുക്ക് കട്ട് ചെയ്യാം. എങ്ങനെ? ഇവിടെയും 2r ഉണ്ട്, ഇവിടെയും 2r ഉണ്ട്, അപ്പുറത്തും 2r ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2rകളൊക്കെ കട്ട് ചെയ്താൽ sin 50 sin 60 sin 70 എന്ന് കിട്ടില്ലേ? കിട്ടും. അപ്പോ എന്താണ് നമുക്ക് മനസ്സിലാക്കണ്ടേ? സ്റ്റേറ്റ്മെന്റ് 1 പ്രസ്താവന 1 ശരിയാണ്. അപ്പൊ അതിന്റെ കാര്യം തീരുമാനമായല്ലോ. ഇനി എന്താ പ്രസ്താവന 2? സ്റ്റേറ്റ്മെന്റ് 2 എന്താ? The length of side of each of the triangle is the product of the sine of the opposite angles and the diameter of the circumcircle. എന്താ പറയുന്നത്? ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് എതിർവശത്തിന്റെ സൈൻ വിലയുടെയും വ്യാസത്തിന്റെയും ഗുണനഫലമാണ്. ഒന്നുകൂടെ നോക്കിക്കേ. എന്താ? ഈ ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് എതിർവശത്തെ കോണിന്റെ സൈൻ വിലയുടെയും വ്യാസത്തിന്റെയും ഗുണനഫലമാണ്. ആണോ? ആണ്. കാരണം എന്താ? 2r എന്ന് പറഞ്ഞാൽ 2r കൂടിയാലാണ് ഒരു d അഥവാ വ്യാസം കിട്ടുക. സൈൻ വിലയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത. പക്ഷെ വ്യാസമാണ്, ഡയമീറ്റർ ആണ് അവിടുത്തെ പ്രശ്നം അല്ലേ? ഡയമീറ്റർ ഉണ്ടോ അവിടെ? ഉണ്ട്. 2r എന്ന് പറഞ്ഞാൽ ഒരു d ആണ്, ഒരു ഡയമീറ്റർ ആണ്. അപ്പൊ ആ പറഞ്ഞ കാര്യവും അഥവാ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതാദ്യം തീരുമാനിക്കുക. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ഈ രണ്ട് പ്രസ്താവനയും നോക്കുക, രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുക. അത് രണ്ടും ശരിയാണോ തെറ്റാണോ എന്താ വെച്ചാൽ കണ്ടുപിടിക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി രണ്ടും ശരിയാണ്. അപ്പൊ തന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ ഓപ്ഷൻ പോയി. കാരണം 1ലും 2ലും ഓരോന്ന് തെറ്റെന്നാ പറഞ്ഞു. ഇവിടെ ഒന്നും തെറ്റില്ല, ഒക്കെ ശരിയാണ്. ഇനി എന്താ പ്രശ്നം? രണ്ടും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 2, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഇങ്ങനെയൊക്കെ കുറെ തരും അല്ലേ? ഒന്നാമത്തെ പ്രസ്താവനയുടെ കാരണമല്ല രണ്ടാമത്തെ പ്രസ്താവന, ഒന്നാമത്തെ പ്രസ്താവനയുടെ കാരണമാണോ രണ്ടാമത്തെ പ്രസ്താവന? ഒരുമാതിരി ആളെ മെനക്കെടുത്തുന്ന കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ക്ലിയർ ആണ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും രണ്ട് പ്രസ്താവനയും ശരിയാണ്, മനസ്സിലായി. ഇനി എന്താ അറിയണ്ടേ? ഒന്നിന്റെ കാരണമാണോ 2, അതോ 2ന്റെ കാരണമാണോ 1, അതോ ഇവര് തമ്മിൽ ഒന്നുമില്ലേ? ഇതൊക്കെയാണ് അറിയണ്ടേ അല്ലേ? ഈസി ആയിട്ട് ഞാൻ പറയട്ടെ. ഈ രണ്ട് പ്രസ്താവനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ. കാരണം ഒക്കെ ഇതല്ലേ, ഒരേ കാര്യല്ലേ ഇവിടെ രണ്ടോടത്തും പറഞ്ഞിട്ടുണ്ട് അല്ലേ? രണ്ടും തമ്മിൽ ഒരു ബന്ധമുള്ള സ്ഥിതിക്ക് നമുക്ക് പറയാം എന്താ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. എന്താണ്? രണ്ട് പ്രസ്താവനയും ശരിയാണ്. പ്രസ്താവന 1ന്റെ കാരണമാണ് പ്രസ്താവന 2. കാരണമാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവര് രണ്ടാളും തമ്മിൽ ബന്ധമുണ്ട്. ക്ലിയർ ആയിട്ട് നമ്മളൊക്കെ ഇതിനെ കുറിച്ചിട്ടാ പറയുന്നത്, ഒക്കെ ഈ ത്രികോണത്തെ കുറിച്ചാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ ബന്ധം ഉണ്ടാവില്ലേ? ഉണ്ടായിരിക്കും. ഷുവർ. ദാറ്റ്സ് ഓൾ. സിമ്പിൾ. ഓക്കെ. എന്താ ചോദ്യം? ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷെയ്ഡ് ചെയ്താൽ വായിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് വെച്ചത്. നമ്മളോട് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ണടച്ചിട്ടൊരു കുത്തിടുകയാണെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ണടച്ചിട്ടൊരു കുത്തിട്ടാൽ അത് ഈ വൃത്തത്തിന്റെ ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ അകത്താവാനുള്ള സാധ്യത എന്താണ്? ഓക്കെ ആണോ? എന്താ? ഇപ്പൊ പോയി കൊണ്ടത് വൃത്തത്തിന്റെ അകത്ത്, ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് തന്നെയല്ലേ? ഈസി. അങ്ങനെ ആവാനുള്ള സാധ്യത എപ്പോഴും അങ്ങനെ ശരിയാവണമെന്നുണ്ടോ? ഞാൻ ഇനി ഒന്നും കൂടി ഇട്ട് വെക്കുക. ശരിയാവണമെന്നുണ്ടോ? ഇല്ല. ഷെയ്ഡ് ചെയ്തതിന്റെ പുറത്തേക്ക് പോയി അല്ലേ? അപ്പൊ ഇതിനൊരു സാധ്യത ഉണ്ടാവില്ല. പ്രോബബിലിറ്റി, ചാൻസ്. ഓക്കെ. അത് കണ്ടുപിടിക്കുക ഈസിയാണ്. ഇവിടെ രണ്ട് ആംഗിൾ തന്നല്ലേ? ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ആംഗിൾ, കോണുകൾ തന്നു. എത്രയാണ്? 30ഉം 30ഉം. അപ്പൊ 30ഉം 30ഉം കൂടിയാണ് കൂട്ടുക. ഈസി പരിപാടിയായിട്ട് പറയാം. 30ഉം 30ഉം കൂടിയാണ് കൂട്ടുക. ബൈ സർക്കിളാണ്, വൃത്താണ്. വൃത്തത്തിന്റെ ടോട്ടൽ ആംഗിൾ, ആകെ കോണളവ് എത്ര വൃത്തത്തിന്? അത് 360ആണ്. എല്ലാവർക്കും അറിയാവുന്ന 360ആണ്. ഓക്കെ. 30ഉം 30ഉം കൂട്ടിയാൽ 60. അപ്പൊ 60/360 എന്ന് കിട്ടും. 2ലും 0 കൊണ്ട് വെട്ടിക്കളയാം. അപ്പൊ 6/36 എന്ന് കിട്ടും. ഒന്നും കൂടി ചുരുക്കിയാൽ 6നെയും 6 കൊണ്ട് ഹരിക്കാം, 36നെയും 6 കൊണ്ട് ഹരിക്കാം. 6/6 1/36/6 6. അപ്പൊ 1/6. എന്തായി കിട്ടി? ഇതാണ് നമ്മുടെ ഉത്തരം.
എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ദ ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 70 ആൻഡ് ദ നയൻത്ത് ടേം ഈസ് 50. എന്താണ്? ഒമ്പതാം പദം 70, സോറി, അഞ്ചാം പദം 70, ഒമ്പതാം പദം 50. അപ്പൊ അതൊന്ന് എഴുതിയേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന്, അഞ്ചാം പദം 70, ഫിഫ്ത്ത് ടേം, ഒമ്പതാം പദം 50. ഓക്കെ, ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. എന്നിട്ടോ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ഒന്നാമത്തത്, ഇൻ ദിസ് സീക്വൻസ് ബൈ ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിഗ്രീസ് വെൻ ദ പൊസിഷൻ ഇൻക്രീസ് ബൈ 1. എന്താ ചോദ്യം? ഇതിനെ സ്ഥാനം ഓരോന്ന് കൂടുമ്പോൾ, പൊസിഷൻ ഓരോന്ന് വെച്ച് കൂടുമ്പോൾ ടേം എത്ര വെച്ച് കുറയും? എന്ത് ചോദ്യാണിത്? എന്താല്ലേ, സിമ്പിളാണ്. ഇവിടെ എന്താ ചോദ്യം എന്നറിയോ? ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്നാണ്. എന്താണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്നാണ് ചോദ്യം. അതെങ്ങനെ എനിക്ക് മനസ്സിലായേ? ഈസിയാണ്. ഇവിടുത്തെ ടേം കൂടുന്നതിനനുസരിച്ച്, സോറി, ഇവിടുത്തെ പൊസിഷൻ കൂടുന്നതിനനുസരിച്ച് ടേം കുറഞ്ഞു വരില്ലേ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഇവിടുത്തെ ചോദ്യം, ഒരു ടേം കൂടുമ്പോൾ, ഒരു പൊസിഷൻ കൂടുമ്പോൾ എത്ര ടേം കുറയുന്നുണ്ട്? ഒരു പൊസിഷൻ കൂടുമ്പോൾ ടേമിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തെയാണ് കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഒരു സ്ഥാനം മാറുമ്പോൾ പദത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തെയാണ് പൊതുവ്യത്യാസം എന്ന് വിളിക്കണേ. പിന്നെ എന്താ? അപ്പൊ അവിടുത്തെ ചോദ്യം പൊതുവ്യത്യാസമാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അഥവാ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഓക്കെ, എങ്ങനെ? തന്നതിൽ രണ്ടാമത് അല്ലെ, 50 - 70 ബൈ 9 - 5. ഈസി. 50 - 70 കുറച്ചാൽ 20 -20 ബൈ 4, -20 ബൈ 4 -5. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 occurs in this sequence? എന്താണ്? ഈ സീക്വൻസിൽ ഏത് പൊസിഷനിലാണ് 0 ഉണ്ടാവുക? അപ്പൊ 0 ഉണ്ടാവുന്ന തീരുമാനമായി. ഏത് പൊസിഷനിലാണ് എന്നാണ് ചോദ്യം. എത്രാമത്തെ സ്ഥാനത്താണ് എന്നാണ് ചോദ്യം. ഞാൻ ഈസി ആയിട്ട് ഒരു വഴി പറഞ്ഞേ. എന്താ? ഒന്ന് ആലോചിച്ചേ. ഒമ്പതാമത്തെ ടേം 50 ആണല്ലേ? ഈ 50 പോയി എന്താവണം? 0 ആവണം. എത്ര വെച്ചിട്ടാ കുറഞ്ഞു വരുന്നത്? 5 വെച്ചിട്ട് കുറഞ്ഞു വരികയാണ്. -5 വെച്ചിട്ടാണ് കുറഞ്ഞു വരിക. അപ്പൊ 10ാമത്തെ ടേം എന്തായിരിക്കും? 45 ആയിരിക്കും. 11ാമത്തെ ടേം എന്തായിരിക്കും? 40 ആയിരിക്കും. അപ്പോ ഈസി ആയിട്ട് പറഞ്ഞേ, 50 നമുക്ക് 0 ആവണം. 50 നമുക്ക് 0 ആവണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ആവണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ? 50 0 ആവണം. ഒരു തവണ 5 വെച്ചിട്ടാണ് കുറയുന്നത് എങ്കിൽ 50 0 ആവാൻ 10 തവണ വേണ്ടി വരില്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ? 10 × 5 അല്ലേ 50 അല്ലേ? അപ്പൊ 10 വട്ടം പോയാലേ 45, 40, 35, 30 ഇങ്ങനെ പറഞ്ഞ് പോയാലേ 0-ത്തിലെത്തൂ. അപ്പോൾ 50 0 ആവണമെങ്കിൽ 10 D വേണം, ആണല്ലോ? എന്നാലേ എന്ത് കിട്ടുള്ളൂ? 50 0 കിട്ടുള്ളൂ. കാരണം 10 × -5 ആണ് -50. 50-ൽ നിന്ന് -50 ചെയ്താലാണ് എന്ത് കിട്ടുക? 0 കിട്ടുക, അല്ലേ? അപ്പൊ 10 വട്ടം പോണം. 9 കൂടെ 10 വട്ടം പോവുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, 19ാമത്തെ പദമാണ്, ടേമാണ് 0. ഈസി അല്ലേ? നിനക്ക് എന്തെങ്കിലും മെനക്കെടുണ്ടോ? അടുത്ത ചോദ്യം എന്താ? 3-digit numbers are formed using cards with the numbers 2, 3, 5 written on them. How many such numbers can be made? എന്താണ് പറഞ്ഞത്? 2, 3, 5 എന്നീ നമ്പറുകൾ എഴുതിയ കാർഡുകൾ ഉപയോഗിച്ച് എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ ഒന്ന് ഏതാ? 235 തന്നെ. അടുത്തതോ 253 ഉണ്ടാക്കാം. അടുത്തതോ 325 ഉണ്ടാക്കാം. അടുത്തതോ 352 ഉണ്ടാക്കാം. പിന്നെ 523 ഉണ്ടാക്കാം. പിന്നെ 532 ഉണ്ടാക്കാം. പിന്നെയോ ഈ 3 കാർഡുകൾ വെച്ച് വേറെ ഏതെങ്കിലും മൂന്നക്ക സംഖ്യ 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാക്കാം? 3 എണ്ണം ഉണ്ടാക്കാം. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി, എത്ര എണ്ണം? ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കാം? സോ ടോട്ടൽ ആകെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ എത്ര എണ്ണം? 6 എണ്ണം അല്ലേ? ഈസി. 1, 2, 3, 4, 5, 6. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് ഈവൻ? എന്താണ്? ഇങ്ങനെ വരുന്ന ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എത്രയാണ്? അപ്പോ ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി, അല്ലെ? ഇരട്ട സംഖ്യ
അപ്പൊ ഒന്ന് നോക്കിക്കേ, ഫ്രാക്ഷനിലാണല്ലോ എഴുതുക അല്ലെ. പ്രോബബിലിറ്റി സാധ്യത എപ്പോഴും ഭിന്നസംഖ്യയിലാണ് അഥവാ ഫ്രാക്ഷനിലാണ് എഴുതുക. ടോട്ടൽ ഇവിടെ 6 ആവുകൊണ്ട് താഴത്ത് 6. ഇനിയോ ഇതിൽ എത്ര ഇരട്ടസംഖ്യ ഉണ്ട്? 5 അവസാനം വന്നാൽ അത് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. 3 വന്നാലും അത് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. 5 വന്നാൽ വീണ്ടും പോയി. 2 വന്നാലാണ് ഈവൻ നമ്പർ. പിന്നെ ഇവിടെ 2 വന്നാൽ വീണ്ടും ഇരട്ട സംഖ്യ. അപ്പൊ എത്ര ഉണ്ട്? 2/6 അഥവാ അതിനെ വേണമെങ്കിൽ ചുരുക്കി 1/3 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഈസിയാണ്. അടുത്തതിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം എന്താ? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5? ഈ തന്നതിൽ ഒരെണ്ണം 5ന്റെ മൾട്ടിപ്പിൾ ആവാൻ, മൾട്ടിപ്പിൾ ഓഫ് 5, 5ന്റെ ഗുണിതമാവാൻ അഥവാ ഗുണനഫലമാവാ, ഗുണനഫലം ഒക്കെ തന്നെ കേട്ടോ, ആവാനുള്ള ചാൻസ്. അപ്പൊ വീണ്ടും എന്താ വരയ്ക്കുന്നു, താഴത്ത് മാറ്റമൊന്നുമില്ല, അവിടെ ആകെ 6 5ന്റെ മൾട്ടിപ്പിൾ, 5ന്റെ ഗുണിതത്തിന്റെ പ്രത്യേകത എന്താ? 5ന്റെ മൾട്ടിപ്പിൾ എപ്പോഴും അവസാനിക്കുന്നത് 5ലോ 0ലോ ആയിരിക്കും. 5ന്റെ ഗുണനഫലം അവസാനിക്കുന്നത് 5ലോ 0ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ച് നോക്കിയേ, 5ൽ അവസാനിക്കുന്ന ഒരെണ്ണം, 5ൽ അവസാനിക്കുന്ന 2 എണ്ണം ഉണ്ട്, 0ൽ ഒന്നും അവസാനിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ആൻസറും 2/6 ആണ് അഥവാ 1/3 ആണല്ലോ. അത് കിട്ടിയല്ലോ, ഈസി ആണല്ലോ. അടുത്തേക്ക് പോവാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബോൾസും 4 വൈറ്റ് ബോൾസും ഉണ്ട്. അല്ലെ, ബീഡ്സ് ആണ് കേട്ടോ, ബോൾസ് അല്ല. എന്താണ്? 6 കറുത്ത മുത്തുകളും 4 വെളുത്ത മുത്തുകളും ഉണ്ട്. അടുത്തതിൽ 7 8 വീതമുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? ആദ്യത്തെ, ഹൗ മെനി വേസ് ക്യാൻ എ പെയർ ഓഫ് ബീഡ്സ് ചൂസൺ ഫ്രം വൺ ഫ്രം ഈച്ച് ബോക്സ്? ഓക്കെ, എന്താണ്? 2 പെട്ടിയിൽ നിന്ന് ഓരോന്ന് വീതം എടുത്താൽ എത്ര വ്യത്യസ്തമായ രീതിയിൽ ഇവയെ എടുക്കാൻ കഴിയും? 2ൽ നിന്നും ഒരേ സമയം ഓരോന്ന് വീതം എടുത്താൽ വ്യത്യസ്തമായ രീതിയിൽ എടുക്കണം. ഒന്നും ചെയ്തത് വീണ്ടും ആവർത്തിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ ആദ്യം തന്നെ ടോട്ടൽ അഥവാ ആകെ കണ്ടുപിടിക്കുക. ഇവിടെ ആകെ എത്ര ഉണ്ട്? 10 ഉണ്ട്. ഇവിടെ ടോട്ടൽ അഥവാ ആകെ എന്ന് പറഞ്ഞാൽ 15 ഉണ്ട്. ആദ്യമേ അതാണ് കണ്ടുപിടിച്ചാൽ കുറെ കാര്യങ്ങൾ ഈസിയാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? 2ൽ നിന്നും ഓരോന്ന് വീതം എടുത്താൽ എത്ര വ്യത്യസ്ത പെയേഴ്സ്, എത്ര വ്യത്യസ്ത ജോഡികളിൽ എടുക്കാം. അഥവാ ഇതിൽ നിന്ന് എടുത്ത അതേപോലെ തന്നെ ആവരുത്, ഒരു വട്ടം എടുത്ത പോലെ തന്നെ ആവരുത് രണ്ടാമത്. 2ൽ നിന്ന് ഓരോന്ന് വീതം എടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യമുള്ളതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം അടുത്തതിന് ചുരുക്കം. ടോട്ടൽ പെയേഴ്സ് ആണ്. അപ്പൊ ടോട്ടൽ പെയേഴ്സ് കാണാൻ ഈസി ആയിട്ട്, ആകെ ജോഡികൾ കാണാൻ ഈസി പരിപാടി എന്താ അറിയോ? ഈ ടോട്ടലുകൾ ആകെകൾ തമ്മിലാണ് ഗുണിച്ചാൽ മതി. ഇവിടെ എത്ര ഉണ്ട്? 10 ഉണ്ട്. അവിടെ എത്ര ഉണ്ട്? 15 ഉണ്ട്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 10ഉം 15ഉം ഗുണിച്ചാൽ 150. ഈസി. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ കിട്ടിയില്ലേ? പ്രശ്നം തീർന്നല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബ്ലാക്ക്? എന്താണ് പറഞ്ഞത്? രണ്ടും കറുപ്പാവാനുള്ള, ഇതിൽ നിന്ന് എടുക്കുന്നതും കറുപ്പാവാനുള്ള സാധ്യത. അപ്പൊ ബോത്ത് ബീയിങ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 2 പെട്ടിയിൽ നിന്ന് എടുക്കുന്നതും രണ്ടും കറുപ്പാകാനുള്ള സാധ്യത അല്ലെ. അതും നമ്മൾ ഇതാ വരച്ചു. ആകെയാണ് താഴത്തെ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ടോട്ടൽ എത്രയാണ്? 150 അത് എഴുതി. ഇനി എന്താ പറഞ്ഞത്? രണ്ടും ബ്ലാക്ക് ആവാം. രണ്ടും ബ്ലാക്ക് ആവുക എന്നുള്ളത്, അവിടെ എത്ര ബ്ലാക്ക് ഉണ്ട്? 6 ഉണ്ട്. ഇവിടെ എത്ര ബ്ലാക്ക് ഉണ്ട്? 7 ഉണ്ട്. അത് രണ്ടും കൂടിയാണ് ഗുണിക്കുക. 6 × 7 42/150 ആൻസർ. ഇത്ര മതി. ദാറ്റ്സ് ഓൾ. ഈസി, വളരെ ഈസിയാണ്. നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടവർക്കൊക്കെ ഇത് പുഷ്പം പോലെ ചെയ്യാൻ കഴിയും അല്ലേ. അടുത്തത് എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഈസ് വൈറ്റ്? എന്താണ്? ഒരെണ്ണമെങ്കിലും വെള്ളയാവാനുള്ള സാധ്യത എന്താണ്? അതായത് ഇതിൽ നിന്ന് 2ൽ നിന്ന് ഓരോന്ന് വീതെടുക്കുമ്പോൾ ഒരെണ്ണമെങ്കിലും വെള്ളയാവണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരെണ്ണമെങ്കിലും വെള്ള അഥവാ അറ്റ്ലീസ്റ്റ് വൺ വൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരെണ്ണം മാത്രം വെള്ള, അല്ലെങ്കിലോ 2ഉം വൈറ്റ്. അങ്ങനെ ആവാലോ. 2ഉം വൈറ്റ് ആയാലും പ്രശ്നമുണ്ടോ? ഇല്ല. ഒരെണ്ണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരെണ്ണെങ്കിലും വേണം, 2എണ്ണം ആയാലും വിഷയമില്ല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചേ, എന്താ ഇവിടെ പറ്റാത്തത്? ഈസി ആയിട്ട് ഇവിടെ നമുക്ക് പറ്റില്ല. എന്ത് പറ്റില്ല? ഈ 2 പെട്ടിയിൽ നിന്ന് എടുക്കുന്നതും കറുപ്പാവരുത്. 2 പെട്ടിയിൽ നിന്ന് എടുക്കുന്നതും കറുപ്പാവരുത്. ബാക്കി എന്ത് വേണേ പറ്റുമല്ലോ, എന്ത് വേണേ പറ്റും. ഈസിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് എങ്ങനെ ചെയ്യാം? നമ്മുടെ 150 പെയേഴ്സ് ആണ്, ജോഡികളാണ് അല്ലെ. അപ്പൊ ആകെ എന്ന് പറയുമ്പോൾ ആകെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 150/150 ആണ്. എന്റെ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. ആകെ സാധ്യത എന്ന് പറയുന്നത്, ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്
150/150 ആവും. കാരണം ആകെ ജോഡികൾ, ആകെ പേഴ്സ് 150 ആയതുകൊണ്ട്. ഓക്കെ, അതിൽ നിന്ന് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? രണ്ടും കറുപ്പാവാൻ പറ്റില്ല. അപ്പൊ രണ്ടും കറുപ്പാവാനുള്ള സാധ്യത 42/150 ആയതുകൊണ്ട് അത് അങ്ങോട്ട് കുറയ്ക്കണം. കുറച്ചാൽ താഴ്ഭാഗം ഒരുപോലെ ആയതുകൊണ്ട് ഇവിടെയും അത് തന്നെ. 150 നിന്ന് 40 കുറച്ചാൽ 110, അതിന് വീണ്ടും 2 കുറച്ചാൽ 108/150. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഇല്ല. നമ്മുടെ ക്ലാസ് അതിന്റെ ലിങ്കുകൾ താഴ്ത്തുണ്ട്. ചാപ്റ്റർ വൈസ് റിവിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടുവെക്കുക. അപ്പോ ഇവിടെ അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താ? ദ സെക്കൻഡ് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 6 ടൈംസ് ഈസ് 60. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം എന്ന് പറയുന്നത് 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക സം 60ഉമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ച് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇങ്ങനെ 2 കാര്യം തന്നിട്ടുണ്ട്, ഒപ്പം ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താ അത്? പദങ്ങളുടെ എണ്ണം, പദ എണ്ണം, നമ്പർ ഓഫ് ടേംസ്, അത് എത്രണ്ണാണ്? 6 എണ്ണമാണ് എന്ന് കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഒന്നാമത്തെ ക്വസ്റ്റ്യനില് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം? എന്താണ്? രണ്ടാം പദത്തിന്റെയും 5ാം പദത്തിന്റെയും സം, തുക എത്രയാ? ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടുക? ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് ടൈം തന്നു, ആയിക്കോട്ടെ, അവിടെ നിൽക്കട്ടെ. പിന്നെ എന്ത് തന്നു? സമ്മ തന്നു, അത് എത്രയാണ്? 60 ആണ്, അതും അവിടെ നിൽക്കട്ടെ. ഇമ്പോർട്ടന്റ് ആയ കാര്യം, പദങ്ങളുടെ എണ്ണം തന്നു, നമ്പർ ഓഫ് ടേംസ് തന്നു, അല്ലേ? നമ്പർ ഓഫ് ടേംസ് എത്ര? 6. നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം ആലോചിക്കണം. ഇവിടെ 6 എന്ന് പറഞ്ഞാൽ ഓടാണോ ഈവൻ ആണോ? ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഈസി, ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈവൻ നമ്പർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇവിടത്തെ പേഴ്സ് കണ്ടുപിടിക്കണം. പേഴ്സ് കണ്ടുപിടിക്കാൻ എഴുതി കണ്ടുപിടിക്കാം. എന്താണ് പേഴ്സ് എന്ന് വെച്ചാൽ? ജോഡികൾ. ആകെ ഇവിടെ എത്ര ജോഡികൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ജോഡികൾ കണ്ടുപിടിക്കാൻ ഇങ്ങനെ എഴുതി വരച്ചിട്ടൊക്കെ ഒരു പരിപാടി ഉണ്ട്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്രയും നോക്കുക, പദങ്ങളുടെ എണ്ണം എത്രയും നോക്കുക, അതിനെ 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ, പേഴ്സ് കിട്ടാതെ എളുപ്പപ്പണി, ജോഡികൾ കിട്ടാതെ എളുപ്പപ്പണി. നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 2, പദങ്ങളുടെ എണ്ണം ഹരിക്കണം 2 എന്ന് വെച്ചാൽ എത്രയാണ്? 3 ആണ്. ഓക്കെ, അഥവാ പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതി ആയിരിക്കും പേഴ്സ്, ജോഡികൾ. എന്നിട്ടോ ഈ ജോഡികളെ കൊണ്ടൊരു പണിയുണ്ട്. എന്താ? നമുക്ക് കിട്ടിയ തുക ഉണ്ടല്ലോ, അല്ലെങ്കിൽ സം ഉണ്ടല്ലോ, ആ സമ്മിനെ ഈ ജോഡികൾ കൊണ്ട് ഹരിക്കുക. എന്താണ്? പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം ഡിവൈഡഡ് ബൈ പേഴ്സ്, തുക ഹരിക്കണം ജോഡികൾ. തുക എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 60 ബൈ ജോഡികൾ പേഴ്സ് എത്രയാണ്? 3. 60/3 എത്ര കിട്ടി? 20. എന്തിനാ ഇതിന്റെ ആവശ്യം? ഇതൊക്കെ എന്തിനാ? ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത്? 2ഉം 5ഉം കൂട്ടിയാൽ എത്രയും നല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എത്ര? 20 ആണ്. കിട്ടി 20 ആണ് ഇവിടത്തെ ഉത്തരം. ഓക്കെ, ഇതാണ് എന്റെ ഉത്തരം. ഈസി. കഴിഞ്ഞു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടൈം? ഈസി അല്ലേ, ഇപ്പൊ കിട്ടുമല്ലോ. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടൈം? സെക്കൻഡ് ടൈം 5 ആണ് അല്ലേ? അപ്പൊ എങ്ങനെ ഫിഫ്ത്ത് ടൈം കാണുക? ഈ +5 അങ്ങോട്ട് പോയാൽ പോരെ? മതി. +5 അങ്ങോട്ട് പോയാൽ -5. അപ്പൊ 20 - 5 15. വളരെ ഈസി, വളരെ വളരെ ഈസി. അടുത്ത പരിപാടി എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടൈംസ്? ഇപ്പൊ കണ്ടുപിടിക്കാലോ. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടൈംസ് അല്ലേ? സം ഓഫ് ഫസ്റ്റ് 15 ടൈംസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ നമ്മൾ ശരിക്കുള്ള തുകയിലേക്ക് പോകണം. ശരിക്കും സം ഇങ്ങനെ കാണാൻ SN = അപ്പൊ ഇത് തെറ്റാണല്ല കേട്ടോ. സാധാരണഗതിയിൽ ജനറൽ ഫോം എന്ന് പറയുന്ന പോലെ സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ സം കാണുക? തുക കാണുക n/2 × x1 + xn ആണല്ലോ. n എന്ന് വെച്ചാൽ പദങ്ങളുടെ എണ്ണം. 15 പദങ്ങളുടെ സമ്മ് കാണാൻ പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ അത് 15 ആവുമല്ലോ സ്വാഭാവികമായിട്ടും. /2 × x1 നമുക്കറിയോ? ഇല്ല. xn നമുക്കറിയോ? അതുമില്ല. അപ്പോ നമുക്കത് രണ്ടും കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ d വേണം, പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, TD/PD എന്നൊക്കെ പഠിക്കും അല്ലേ? ഇങ്ങനെയാണല്ലോ. ഇതെങ്ങനെയാണ്? നമുക്കിവിടെ 2 പദങ്ങൾ, 2 ടേംസ് അറിയാം. ഏതൊക്കെ? രണ്ടാം പദം 5 ആണ്, 5ാം പദം 15 ആണ്. ഞാൻ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എന്താ?
ഇങ്ങനെ കിട്ടിയാൽ അടിയിൽ നിന്ന് മേലേക്കാണ് കുറച്ചുകൂടി, വേറെ ഒന്നും ആലോചിക്കണ്ട. അടിയിൽ നിന്ന് മേലേക്ക് പറഞ്ഞാൽ ഇവിടെ ആരാ അടിയിൽ? 15 - 5 ബൈ 5 - 2 അല്ലെ? തന്ന ഓർഡറിൽ അല്ലെങ്കിൽ കിട്ടിയ ഓർഡറിൽ എഴുതുക, അടിയിൽ നിന്ന് മേലേക്ക് കുറയ്ക്കായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ. ഓക്കെ, 15 - 5 പോയാൽ 10, 10/3. ഭിന്നസംഖ്യയിൽ നിന്നോട്ടെ, ഫ്രാക്ഷനിൽ നിന്നോട്ടെ, ഡെസിമലിലേക്ക്, ദശാംശത്തിലേക്ക് പോകണ്ട. കിട്ടിയല്ലോ. ഇത് കിട്ടിയാൽ x1 കണ്ടുപിടിക്കാലോ ഈസി ആയിട്ട്. x1 എങ്ങനെ കിട്ടുക? x2 ഉണ്ടല്ലേ? ഉണ്ട്. x2 എങ്ങനെ x1 എത്തുക? 2ൽ നിന്ന് എങ്ങനെ 1ലേക്ക് എത്തുക? 2ൽ നിന്ന് 1ലേക്ക് എത്താൻ നമുക്ക് 1 കുറയ്ക്കണം. ഒരു വട്ടം d 1d അല്ലെ? 1 അവിടെ എഴുതിയാലും ഇല്ലെങ്കിലും ഒരേപോലെയാണ്. 1 ആവുകൊണ്ട് അത് വേണമെന്ന് നിർബന്ധം ഇല്ല. അപ്പൊ x2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 - 10/3. ഓ, അല്ലാത്ത കിട്ടല്ലേ? അവിടെ നിന്ന് നോക്കട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം കിട്ടു നോക്കാം. തൽക്കാലം ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ, ചെറുതാക്കാൻ പോകുന്നില്ല. ചെറുതാക്കാനൊക്കെ പറ്റും, തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. അടുത്തത് xn വേണം അല്ലെ? xn എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ സാഹചര്യത്തിൽ x 15 അല്ലേ? കാരണം n 15 ആണ്. 15 പദങ്ങളുടെ തുകയാണ്, സമ്മാണ് വേണ്ടത്. ഓക്കെ, x 15. അതിന് നമ്മുടെ എന്തുണ്ട്? x 5 ഉണ്ട്. അപ്പൊ x 5 കൂടെ എന്ത് കൂട്ടണം? 5 - 15 എങ്ങനെ എത്തും? 5 - 15 എത്തണമെങ്കിൽ ഈസി ആയിട്ട് 10 പ്രാവശ്യം d കൂട്ടണ്ടേ? വേണമല്ലോ, വേണ്ടേ? 5 - 15 എത്തണമെങ്കിൽ 10 കൂട്ടണം, ഒപ്പം d ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ സ്ഥലമില്ല അല്ലെ? എന്നാൽ നോക്കാം. x 5 എന്ന് പറഞ്ഞാൽ 15. 15 പ്ലസ് 10 ഗുണിക്കണം d എന്ന് പറഞ്ഞാൽ 10/3 അല്ലേ? അപ്പൊ ഞാൻ അതിന്റെ ബാക്കി ഇവിടെ എഴുതാം കേട്ടോ. ആകെ മൊത്തം ഇതാവുകൊണ്ട് ഞാൻ ഇവിടെ മായ്ക്കാണ്, സ്ഥലമില്ലാത്തോണ്ടാ. അപ്പൊ എങ്ങനെ വരിക? 15 അവിടെ നിൽക്കട്ടെ, 15 അവിടെ നിൽക്കട്ടെ. 10 ഗുണിക്കണം 10 എത്രയാണ്? 10 ഗുണിക്കണം 10 100/3 അവിടെ നിൽക്കട്ടെ. ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, പക്ഷെ തൽക്കാലം നമ്മൾ ചെയ്യുന്നില്ല. ഇത്രയും കൃത്യമായാൽ നേരതാ ഞാൻ അതൊക്കെ ഒന്ന് മായ്ക്കാനേ, കാരണം സ്ഥലമില്ലാത്തതിന്റെ നല്ല പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് മായ്ക്കാനേ, ശ്രദ്ധിച്ച് കണ്ടോളേ. x1 എന്ന് പറഞ്ഞാൽ 5 - 10/3 അല്ലേ? അടുത്തതോ xn പ്ലസ് xn എന്താ? 15 പ്ലസ് 100/3 ആണല്ലോ. ഇതിന്റെ ബാക്കി മേലേക്ക് 15/2 അവിടെ നിൽക്കട്ടെ. 5 ഇവിടെ ഉണ്ട് അല്ലെ? ഇവിടെ എന്തുണ്ട്? പ്ലസ് 15 ഉണ്ട്. 5 പോസിറ്റീവാണ്, പ്ലസ് 15 ആണ്. 15 പോസിറ്റീവാ. 5 + 15 20. ഓക്കെ ആണല്ലോ. ഈ -10/3 അവിടെ നിൽക്കട്ടെ. ഇനിയോ പ്ലസ് 100/3 ഉണ്ട് അല്ലെ? ഈ രണ്ട് ഭിന്നസംഖ്യയിലെ രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് രണ്ട് ഭിന്നസംഖ്യയുടെയും ഛേദം തുല്യമായാൽ നമ്മൾ എന്താ ചെയ്യുക? ഛേദം ഒന്നാക്കി അല്ലെ? രണ്ടിനും കൂടി പകരം ഒരു വട്ടം എഴുതുക. എന്നിട്ടോ ഇവിടെ കൂട്ടാനാവുകൊണ്ട് മുകളിലുള്ളത് തമ്മിൽ കൂട്ടുക. കൂട്ടിയാൽ 10 + 100. 10 + 100 എന്ത് കിട്ടും? 110 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? ഇതൊരു സാധാരണ സംഖ്യയാണ്, ഇതൊരു ഭിന്നസംഖ്യയാണ് അല്ലെ? ഒരു നോർമൽ നമ്പർ ആണ്, ഇതൊരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്താ ചെയ്യല്? പല രീതിക്ക് ചെയ്യാം. ചില ടീച്ചർമാർ ഇതിനെയും കൂടി ഫ്രാക്ഷൻ ആക്കാൻ പറയും. എങ്ങനെ? ബൈ 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ 20 എന്തായി? ഭിന്നസംഖ്യയായി. ബൈ 1 ഇട്ട് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല, കാരണം 1 കൊണ്ട് ഹരിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഇതും ഫ്രാക്ഷൻ ആയി. അപ്പൊ എന്ത് കിട്ടി? 20/1 - 110/3 എന്ന് കിട്ടി അല്ലേ? ഇനിയോ ഇപ്പൊ രണ്ട് ഫ്രാക്ഷൻ ആണ്, രണ്ട് ഭിന്നസംഖ്യയുടെ ഛേദം തുല്യമല്ല, ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു ഇത് എത്രയാണ്? 20 × 3 60 മൈനസ് ഇതേ ഇൻറ്റു ഇത് 110 ബൈ ഇതേ ഇൻറ്റു ഇത് 3. നിങ്ങൾക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഫാസ്റ്റായി ചെയ്യുന്നത്. ഞാൻ അതൊന്നും മാറ്റിണ്ടേ. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15/2 ഇൻറ്റു 110. 60 - 110 - 50/3. ഇനിയോ എങ്ങനെ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് ഫ്രാക്ഷൻ, രണ്ട് ഭിന്നസംഖ്യകൾ എങ്ങനെ ഗുണിക്കുക? നേർക്ക് നേർ വേണം. എങ്ങനെ? 15 ഗുണിക്കണം -50 ബൈ 2 ഗുണിക്കണം 3. രണ്ട് ഭിന്നസംഖ്യകൾ നേർക്ക് നേരാണ് ഗുണിക്കുക. 15 ഗുണിക്കണം 50 എന്ന് പറയുമ്പോൾ 10 ഗുണിക്കണം 50 എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? 500 ആയി. അപ്പൊ 15 ഗുണിക്കണം എന്ന് പറഞ്ഞാൽ 750/6. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഈ ആൻസറിൽ എന്തോ ഒരു പന്തി കേട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതാണ് നമ്മുടെ ആൻസർ. ഹരിക്കാൻ പറ്റുമെങ്കിൽ ഹരിക്കുക. ഓക്കെ.